അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുൾ റഹ്മാൻ തംജീദ്, കാസർഗോഡ് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിൽ SNEC ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഇതാണ് കോഴിക്കോട് ടൗൺ ഹാള്. ഇവിടെയാണ് അന്ന് അത് നടന്നത്. 921 ബ്രിട്ടീഷ് വിരുദ്ധ സമരം സമ്മാനിച്ച കൊടിയ ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും മുതലെടുത്ത ചിലർ നമ്മുടെ പവിത്രമായ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ആസൂത്രിത ശ്രമം നടത്തിയപ്പോൾ അന്നത്തെ ദീർഘവീക്ഷണമുള്ള സൂക്ഷ്മാലുക്കളായ ആലിമീങ്ങളും പണ്ഡിതന്മാരും കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരുമിച്ചുകൂടി. 1926 ജൂൺ 26 ശനിയാഴ്ചയായിരുന്നു അത്. കാലഘട്ടത്തിന്റെ നായകൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന ആ യോഗമാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ദിശാസൂചികയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് പിറവിയൊരുക്കിയത്. സമസ്ത അത് കേവലം ഒരു സംഘടനയല്ല, മറിച്ച് ഇസ്ലാമിക വിശ്വാസാചാരങ്ങളുടെ കാവൽ കോട്ടയാണ്. തീർത്തും പ്രതികൂലമായ അന്തരീക്ഷത്തിലും ഇഖ്ലാസിന്റെ ബലത്തിൽ പണ്ഡിതന്മാർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. ഗ്രാമാന്തരങ്ങൾ തേടി യാത്രയായി. അവിടെ പള്ളികളും പാഠശാലകളും സ്ഥാപിച്ചു. പൊതുസമൂഹത്തെ പ്രബുദ്ധരാക്കി. സമസ്തയുടെ ചരിത്രത്തിൽ അതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് വിദ്അത്തുകാരുമായുമുള്ള ശക്തമായ ഏറ്റുമുട്ടലും ഖണ്ഡനമണ്ഡനങ്ങളുമായുമുള്ള പ്രതിരോധ കാലമായിരുന്നു. ഇവിടെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പോരോത്തവരുടെ ആദർശ പടയോട്ടങ്ങളാണ് നാം കണ്ടതെങ്കിൽ, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നിർമ്മാണാത്മകമായിരുന്നു. അഥവാ സ്ഥാപന നിർമ്മാണങ്ങൾ, മദ്രസ പ്രസ്ഥാനത്തിന്റെ രൂപീകരണം, വിദ്യാഭ്യാസ പ്രസരണം നടത്തുക പോലത്തെ കാര്യങ്ങൾ. ഈ ഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെയും CH ഉസ്താദ്, ബഷീർ മുസ്ലിയാർ പോലെയുള്ളവരാണ് നാം പരിചയപ്പെടുന്നത്. എന്നാൽ ഈ രണ്ട് രംഗത്തും ഒരുപോലെ ജ്വലിച്ചു നിന്ന മഹൽ വ്യക്തിത്വമായിരുന്നു ശൈഖുന ശംസുൽ ഉലമ. ആ കാലഘട്ടം എന്നത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ബഹുമുഖ വെല്ലുവിളികളുടേതായിരുന്നു. ഇസ്ലാമിനെതിരെ ശക്തമായ മിഷനറി പ്രവർത്തനവുമായി വന്ന ക്രൈസ്തവ സംഘത്തിന്റെ സന്നിഗ്ധ ഘട്ടം. മറ്റൊരു ഭാഗത്ത് പ്രവാചകത്വം വാദിച്ച ഖാദിയാനിസം. വഹാബസത്തിന്റെ പുതിയ വേർഷനുകൾ. ഗൾഫ് പണത്തിന്റെയും മറ്റും സ്വാധീനത്തിൽ മറുഭാഗത്ത്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന പോലെ തബ്ലീഗ് ജമാഅത്തും. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കുപ്പായമണിഞ്ഞ ജമാഅത്ത് ഇസ്ലാമി. മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ പിളർപ്പ്, സമസ്തയിലെ വിഘടിത വിധ്വംസക പ്രവർത്തനങ്ങൾ, എല്ലാം കൊണ്ടും കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിൽ പക്ഷേ ശംസുൽ ഉലമയുടെ കരുത്തുറ്റ പോരാട്ടത്തിൽ സമസ്ത അതിന്റെ വിജയപാതകൾ വെട്ടിത്തെളിയിച്ചു മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് അത് സയ്യിദുൽ ഉലമയിലും ഷെയ്ഖുൽ ജാമിയയിലും എത്തിയിരിക്കുകയാണ്. രൂപീകരണ പശ്ചാത്തലം പോലെ ഉമ്മത്തിന്റെ ആദർശ സംരക്ഷണ കോട്ടയാണ് സമസ്ത. അതുകൊണ്ട് തന്നെ അതിന്റെ വാതിലുകൾ എപ്പോഴും തുറക്കാറില്ല. എന്നാൽ പരിഷ്കരണങ്ങൾക്ക് സമസ്ത എതിരുമല്ല. പക്ഷേ അതീവ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഏത് പരിഷ്കരണത്തെയും സമസ്ത അകത്തേക്ക് കയറ്റുകയുള്ളൂ. അവിടെയാണ് SNEC പോലെയുള്ള സമസ്ത വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ പ്രസക്തി. 3 വർഷം കൊണ്ട് അത് തീർത്ത വിപ്ലവം തന്നെ അതിന് തെളിവാണ്. SNEC ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമായി കുതിക്കുകയാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന ചൊല്ലിനെ അനർത്ഥമാക്കിക്കൊണ്ട് സമസ്ത 100ന്റെ നിറവിൽ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്.